സമയം നഷ്ടപ്പെട്ടവർ, ഉറക്കം നഷ്ടപ്പെട്ടവർ, അങ്ങനെ പുഷ്പ 2 കണ്ടിട്ട് വിഷമിച്ചിരിക്കുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കയറി വരിക. അപ്പം പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഫഹദ് ഫാസിൽ അഭിനയം മറക്കുക എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള അഭിനയമാണ് ഫഹദ്. ഓവറാക്കി ചളമാക്കിയിട്ട് ഓവറാക്കി ചളമാക്കലിടെ എന്ന് പറയുന്ന പോലെ ഓവറാക്കി ഫുള്ള് ചളമാക്കിയിരിക്കുകയാണ് ഫഹദ്. ഫഹദിൻ്റെ കയ്യിൽ നിന്ന് ഇമാതിരി ഒരു പടക്കം അല്ലെങ്കിൽ ഒരു കൈവിട്ടുപോയ കളി എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആദ്യത്തെ ആ പടം മാത്രം. അതിനുശേഷം ഇപ്പോഴാണ് തോന്നുന്നു പുള്ളി ഇങ്ങനെ ഒരു ട്രോളിന് വിധേയമാകുന്നത്. ബിക്കോസ് കൈവിട്ട കളി ഭയങ്കര ഓവർ. എന്താ ഇപ്പോൾ പറയേണ്ടത്, എന്താ അവസ്ഥ, പുള്ളിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു പ്രത്യേകതരം ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ ഫഹദ് ഫാസിൽ കടന്നു പോകുന്നത്. DSP അണ്ണൻ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബിക്കോസ് കങ്കുവയുടെ പാട്ടേടി കഴിഞ്ഞിട്ട് പുള്ളി ഒന്ന് ഇറക്കിയിട്ടുണ്ട്, താത്ത് പിടിച്ചിട്ട് കട്ട ഒരു ലേശം താഴ്ത്തി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറങ്ങേണ്ടവർക്കൊക്കെ നല്ലോണം കിടന്ന് ഉറങ്ങാമായിരുന്നു. ബിക്കോസ് പടം ഒരു 3.5 മണിക്കൂറൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടൊക്കെ ഈ സീരിയലൊക്കെ 500-600 എപ്പിസോഡ് കഴിഞ്ഞ് നമുക്ക് അങ്ങ് മടുത്തിട്ട് ഇതെപ്പോഴാടെ ഒന്ന് തീരുന്നത്, ഇതിൻ്റെ ക്ലൈമാക്സ് എന്തുവാടേ എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതിൽ മോശമായിരുന്ന അവസ്ഥ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പല കാര്യങ്ങളും നമ്മളെ ഓർമ്മിപ്പിച്ചു. പിന്നെ പുഷ്പയുടെ 2ാം ഭാഗമൊക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ പഴയ സീരിയലുകൾ നമ്മൾ ഓർമ്മിപ്പിക്കും. പണ്ട് ഇത് എവിടെയോ കണ്ട ഈ സീരിയൽ അങ്ങനെ പിന്നെ ഒരു എന്താ പറയുന്നത്, ഒരു കണ്ണീർ പുഴയായിട്ട് പിന്നെ പുഷ്പ 2 അങ്ങ് മാറുകയാണ്. പുഷ്പ 2 ഇങ്ങനെ വെട്ടിയെടുത്ത് താടിയൊക്കെ ഇങ്ങനെ ടാക്കിയാക്കി താടിയൊക്കെ പോയി പിന്നെ ചന്ദനമഴയിലോട്ട് പോയി ചാടുകയാണെങ്കിൽ വെളിയിൽ നിന്ന് ഇറങ്ങി ചന്ദനമഴയിലോട്ട് പോയി ചാടുന്ന ഒരവസ്ഥയാണ്. അതാണ് പുഷ്പ 2ൻ്റെ ഒരവസ്ഥ. പിന്നെ ഇത് പുഷ്പ 2 എന്നല്ല, നമുക്ക് ഒരു പുഷ്പൻ, ഒരു സ്പൂഫ് പരിപാടിയായിട്ട് നമുക്ക് പുഷ്പയുടെ ഒരു പുഷ്പൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. പടം നമുക്ക് ഹൈയാവും എന്നിങ്ങനെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, അല്ലു അർജുൻ ഫുള്ള് ഹൈ ആണ്. പുള്ളി ഇങ്ങനെ ആകാശത്തൂടെ ഇങ്ങനെ പറഞ്ഞ് പുള്ളി ഫുൾ എയറിലാണ്. പടത്തിനകത്ത് ഫുൾ എയറിലാണ്. ഈ പടം ഇറങ്ങിയതിന് ശേഷം പുള്ളി നല്ലോണം എയറിലാവാൻ സാധ്യതയുണ്ട്. കൂടെ നമ്മുടെ ഫഹദ് ഫാസിലിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വിക്രമാദിത്യനും വേതാളം പോലെ രണ്ടുപേരുടെ ഏറി കിടന്ന് കളിക്കുന്ന ഒരു സ്ഥിതിയാണ് എനിക്ക് പുഷ്പ 2 കണ്ടപ്പോൾ തോന്നുന്നത്. എന്താ ഇപ്പം പറയണ്ടത്, രണ്ടുപേരും അലമ്പി. പിന്നെ അല്ലു പിന്നെയും കുറച്ചുകൂടെയൊക്കെ ഒരു തഗ്ഗും പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷേ ഫഹദ് ഫാസിലിൻ്റെ മൊത്തം കൈവിട്ടുള്ള കളിയുള്ള ഒരു പരിപാടിയായിപ്പോയി. രശ്മിക മന്ദനയ്ക്ക് ആശ്വസിക്കാം. കഴിഞ്ഞ പുഷ്പ 1 രശ്മി മന്ദനയാണ് ഏറ്റവും വെറുപ്പിച്ചത് എന്നുള്ള അവാർഡ് കൊണ്ടുപോയപ്പോൾ ഈ പ്രാവശ്യം അത് പോയേക്കുന്നത് ഫഹദ് ഫാസിലിനാണ്. അതുകൊണ്ട് രശ്മിക മന്ദനയ്ക്ക് ഒന്ന് ആശ്വസിക്കാം. എന്നെ എല്ലാവരും കൊല്ലത്തില്ലല്ലോ. ഫഹദ് ഈ പ്രാവശ്യം എന്തായാലും ആ പട്ടം ഫഹദ് തൂക്കി. അത് ഈ പ്രാവശ്യം രശ്മിക മന്ദനയ്ക്കല്ല, വെറുപ്പീര് നമ്പർ 1 ഫഹദ് അടിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ മന്ദനയുടെ പല പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. പ്രസംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തി പൊരിക്കുകയാണ്. ഇതേപോലെ ഈ രാഷ്ട്രീയക്കാർ പോലും മേടയിൽ സംസാരിക്കാത്ത പോലുള്ള പ്രസംഗമാണ് ലക്ഷ്മി മന്ദനയുടെ പ്രസംഗ മത്സരത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ പടം കയറി കണ്ട് രശ്മിക മന്ദനയുടെ ആ ഒരു സ്റ്റൈൽ, ആ ഒരു സ്പീച്ചൊക്കെ കണ്ട് പല കാര്യങ്ങളും ഇതിൽ നിന്ന് പഠിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുഷ്പയിൽ നിന്ന് ചന്ദന മഴയിലേക്ക് അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇങ്ങനെ പുഷ്പ 1ൻ്റെ ഒരു ലെവലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ചന്ദനമഴയിലേക്ക് എത്തുന്നതാണ് പുഷ്പ 2. പിന്നെ കുറേ പേരൊക്കെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇവിടെ പാട്ടേടി കുറവായ കാരണം പലർക്കും ഉറങ്ങാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും കരയാനൊരു അവസരം 2ാം ഭാഗത്തിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ സമ്മതിക്കണം. അത് കരഞ്ഞത് പക്ഷേ ഫീലായിട്ടല്ല, ഇമോഷണലി കണക്ട് ആയിട്ടൊന്നും അല്ല കരയുന്നത്. എപ്പോഴാ ഈ പടം തീരുന്നുമില്ലല്ലോ എന്നുള്ള ഒരവസ്ഥയിൽ പലരും ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. എനിക്ക് അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും തോന്നി, ഇതെൻ്റെ പുഷ്പയല്ല, എൻ്റെ പുഷ്പ ഇങ്ങനല്ല എന്ന് അലറി വിളിക്കാൻ എൻ്റെ മനസ്സിൽ തോന്നി. അവിടെ നിന്ന് അലറി വിളിച്ചുകൊണ്ട് ഇതെൻ്റെ പുഷ്പയല്ല, എൻ്റെ പുഷ്പ ഇങ്ങനല്ല എന്ന് പറയാൻ തോന്നിപ്പോയ പല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബൻവർ സിംഗ് ആദ്യത്തെ പടത്തിൽ അവർ കാഴ്ചവെച്ച ഒരു പ്രകടനമുണ്ട്. പുഷ്പയെ വെല്ലുന്ന രീതിയിലുള്ള ബൻവർ സിംഗിൻ്റെ പ്രകടനം ഈ പടത്തിൽ എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല. പിന്നെ ഈ 3.5 മണിക്കൂറൊക്കെ ഈ പടം പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ, സമയം ഇഷ്ടം പോലെ കയ്യിലുള്ളവർക്കൊക്കെ ഈ പടം പോയിരുന്ന് കാണാം. ബിക്കോസ് 3.5 മണിക്കൂർ നമുക്ക് അതിനകത്തിരുന്ന് സ്പെൻഡ് ചെയ്യുക, അതിനകത്തിരുന്ന് AC-ലിരുന്ന് ഉറങ്ങാം. ഇത് വേറെ ഒരു ടെറിട്ടറി ആയിപ്പോയി. പുഷ്പ 2 വേറെ ഒരു ടെറിട്ടറിയിലാണ് പുഷ്പ 2 നിൽക്കുന്നത്. പ്രാവശ്യം
അവാർഡ്, സൈമ അവാർഡ്സ് അങ്ങനെയുള്ള അവാർഡ്സിലൊക്കെ ബാലയ്യക്ക് നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ നമ്മുടെ അല്ലു അർജുൻ അല്ലെങ്കിൽ നമ്മുടെ മല്ലു അർജുന് സാധ്യതയുണ്ട്. ബിക്കോസ് ബാലയ്യ അണ്ണൻ്റെ കൂടെ ഒക്കെ ഒരു കട്ടക്കിക്കുന്ന ഒരു ഓവർ ആക്ടിങ് ആണ് നമ്മുടെ അല്ലു അർജുനും കാഴ്ചവെച്ചിരിക്കുന്നത്. ആ ബാലയ്യ അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അല്ലു അർജുന് കിട്ടാനുള്ള സാധ്യത ഈ പടത്തിൽ എന്തായാലും തോന്നുന്നുണ്ട്. പിന്നെ ഈ പടം എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആരാധകരെ ഇങ്ങനെ കുറച്ച് കാണുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്ത് കാണിച്ചാലും അങ്ങ് കാണാൻ ആളുകളുണ്ട്, അല്ലെങ്കിൽ മൊത്തം തഗ് പരിപാടിയാണെന്നൊക്കെ വിചാരിക്കുന്നൊരു രീതി ഉണ്ടെങ്കിൽ അത് ആരാധകരെ അത് കുറച്ച് കാണുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലു അർജുനെ എനിക്ക് ഇഷ്ടമാണ്, പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. പുള്ളി നല്ലൊരു മനുഷ്യൻ കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ GP ഇവിടെ കഴിഞ്ഞ ദിവസം അല്ലു അർജുനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ പുള്ളി പെട്ടുപോയെന്ന് പറയാല്ല, എന്താ പറയുന്നത്, പെട്ടതിൻ്റെ കൂടെ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ കൂടെ വലിച്ച് പെടുത്തിക്കളഞ്ഞ് എല്ലാവരും പെട്ടു. പിന്നെ ലക്ഷ്മി മന്ദന കഴിഞ്ഞ ഇത് തന്നെ ഓവർ ആക്ടിങ്ങിൻ്റെ പീക്ക് തൊട്ടിട്ട് ഇപ്പം താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. ഫസ്റ്റിൽ ടോപ്പിലെത്തി ലക്ഷ്മി, പതുക്കെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ താഴെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഫഹദ് ഫാസിൽ പതുക്കെ മേപ്പോട്ട് പോയി. പിന്നെ അല്ലു അർജുനും നല്ല ഒരു കോമ്പറ്റീഷൻ ഫഹദ് ഫാസിലിന് കൊടുക്കുന്നുണ്ട്. ആരാണ് ഓവർ ആക്ടിങ്ങിൽ ഫസ്റ്റ് എന്നുള്ള ഒരു സംശയം അവർക്ക് തന്നെ അവർക്കുള്ളിൽ തന്നെ ഒരു സംശയം, ഞാനാണോ നീയാണോ ഓവർ ആക്ടിങ്ങിൽ ഫസ്റ്റ് എന്നുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ത് പറ്റി ഫഹദ് ഫാസിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പറയേണ്ടത്, പുള്ളി ആക്ടിങ് ഒക്കെ മറന്ന് പൂവേ ഒരു മണിമുത്തം എൻ കവിളിൽ കുഞ്ഞുവോ, ആ ഒരു പടമില്ലയോ, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ, വസന്തര കിളി, അതിലെ പാട്ടൊക്കെ എനിക്കിഷ്ടമാണ്, 2 പാട്ടൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ആ ഒരു പടത്തിലുണ്ടായിരുന്ന ഒരു ആക്ടിങ് ഉണ്ടല്ലോ, ആ ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ഓവർ, അത് ഭയങ്കര നാച്ചുറലായിട്ട് തോന്നിട്ട് ഭയങ്കര നാച്ചുറലായിട്ട് തോന്നുന്നില്ല ആ പടമൊക്കെ കാണുമ്പോൾ. നമുക്ക് ഇത് കുറച്ച് എന്തോ ഒരു അൺനാച്ചുറലായിട്ട് തോന്നുന്ന ഒരു സംഭവമില്ല. അതുപോലാണ് ഈ പടത്തിൽ ഫഹദ് താഴോട്ട്, ഇവിടുന്ന് താഴെ നിന്ന് മേളിൽ നിന്ന് ലക്ഷ്മികാന്തിന് പതുക്കെ താഴോട്ട് വന്നാൽ ഇവിടുന്ന് ഫഹദ് എന്തായാലും എത്തിപ്പിടിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇത് പുഷ്പല്ലടാ, പുഷ്പൻ കൂത്താട്ടുകുളം ഇങ്ങനെ കുറേ കഴിയുമ്പോൾ താടിയൊക്കെ ഇങ്ങനെ ഇട്ട് വരച്ചോണ്ടിരുന്നു. പ്രോ ഓവർ ആക്ടിങ് എന്നൊക്കെ പറയാം. ഓവർ ആക്ടിങ്ങും മേലെ, അതുക്കും മേലെ, ഓവർ ആക്ടിങ് ആണെങ്കിൽ നമുക്ക് സഹിക്കാമെന്ന് പറയാം. അതുക്കും മേലെ ഒരു ആക്ടിങ് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ എന്താ പറയണ്ടേ, ഈ ആക്ടിങ്ങിന് ഇപ്പോൾ എന്തൊരു പേര് കൊടുക്കണമല്ലോ. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഫഹദ് ഫാസിൽ, ലക്ഷ്മി മന്ദന, അല്ലു അർജുൻ, ഇവിടെ ഒരു ആക്ടിങ് ഓവർ ആക്ടിങ്ങിലും അതുക്കും മേലെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്യുക. മൊത്തത്തിൽ എന്തായാലും പടം അടിപൊളി പൂരം. ഞാൻ പട്ടണത്തിൽ പൂത, നമ്മുടെ മമ്മൂക്കയുടെ പട്ടണത്തിൽ പൂതമൊക്കെ പോലെ പുള്ളി ഇങ്ങനെ പറക്കുകയാണ്. പട്ടണത്തിൽ പൂതം പറക്കുമല്ലോ, ഭൂതം എല്ലാവർക്കും ഭൂതം, ആ ഒരു സ്റ്റൈലിലാണ് അല്ലു അർജുൻ്റെ ഒരു പറക്കൽ. എന്തായാലും പടത്തിനെ പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തെന്നുള്ളത് ഉറപ്പായും കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.